നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. സുഭിക്ഷം തൃക്കാക്കര എന്ന് പറയുന്ന ഒരു പരിപാടി, അതായത് BPSLന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് PT തോമസ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. നല്ലത് തന്നെ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതൊക്കെ മികച്ചൊരു കാര്യം തന്നെ. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഉമാ തോമസ് MLA ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചത് കുഞ്ചാക്കോ ബോബനെയാണ്. കുഞ്ചാക്കോ ബോബൻ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട്. ആ പ്രതികരണം കേട്ടപാടിയൻ ഉമാ തോമസിന് പെരുത്ത് അങ്ങ് ഇഷ്ടമായി. തിരുത്താനൊന്നും നിന്നില്ല. അതുപോലെ തന്നെ അങ്ങ് ഫേസ്ബുക്കിൽ അങ്ങ് എഴുതിയിട്ടു. പിന്നീട് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ അത് കൊണ്ടാടി. ശേഷം മന്ത്രി V ശിവൻകുട്ടി കുഞ്ചാക്കോ ബോബനും ഉമാ തോമസിനും അതിഗംഭീരമായിട്ടുള്ളൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് അവർ അർഹിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഉമാ തോമസിൻ്റെ FB പോസ്റ്റിലെ ആ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് നോക്കാം. ഇടപ്പള്ളി BTS LP സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര താരം പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ നിർവഹിച്ചു. ജയിലിലല്ല, കുട്ടികൾക്കാണ് മികച്ച ഭക്ഷണം നൽകേണ്ടത്. സുഭിക്ഷം തൃക്കാക്കര അതിന് മാതൃകാപരമായ തുടക്കമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ പരിപാടി ഹൃദ്യമാക്കി. കുട്ടികളോടൊപ്പം ചേർന്ന് ഒരുമിച്ച് ഭക്ഷണം പങ്കിട്ടത് പദ്ധതിയുടെ ലക്ഷ്യം കൂടുതൽ ഹൃദയസ്പർശിയാക്കി മാറ്റി. വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കൊപ്പം കുട്ടികളുടെ ആരോഗ്യവും പോഷകാഹാരവും ഉറപ്പാക്കുക, അതാണ് സുഭിക്ഷം തൃക്കാക്കരയുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ആരോഗ്യവും പോഷകാഹാരവും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ അതിഗംഭീരമായിട്ടുള്ള നല്ല പോഷകാഹാരങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് കുഞ്ചാക്കോ ബോബന് അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഉമാ തോമസ് കോൺഗ്രസ്സുകാരി ആയതുകൊണ്ട് കുറച്ച് സന്തോഷം തോന്നിക്കോട്ടെ എന്നോർത്ത് മനഃപൂർവ്വം പറഞ്ഞതാണോ എന്തോ ആകട്ടെ. എന്തായാലും പറഞ്ഞത് തീർത്തും മോശമായി പോയി എന്ന് പറയാതെ വയ്യ. ജയിലിൽ പോഷകാഹാരം കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ കൊടുക്കരുത് എന്ന് പറയുന്നവരുടെ ആ ഒരു ലിസ്റ്റിൽ മുൻപിൽ തന്നെ ഞാൻ കാണും. പക്ഷേ ജയിലിനേക്കാൾ മോശമായിട്ടുള്ള ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് സ്കൂളുകളിൽ എന്ന ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം പ്രത്യേകിച്ച് കുഞ്ചാക്കോ ബോബനെ പോലുള്ളൊരു നടനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ, പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു എന്നാണ് കുഞ്ചാക്കോ ബോബനോട് പറയാനുള്ളത്. കുഞ്ചാക്കോ ബോബൻ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ ചിലപ്പോൾ കുഞ്ചാക്കോ ബോബന് മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള അറിയാമല്ലോ, അവർ ഇങ്ങനെ വലിയ വാഴ്ത്തുപാട്ടുകളൊക്കെ പാടുമായിരിക്കും. കോൺഗ്രസ്സുകാരും ഈ കാർഡുമായിട്ട് ഒരുപാട് സഞ്ചരിക്കുമായിരിക്കും. പക്ഷേ വസ്തുതകൾ അത് നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ നമുക്കൊന്ന് ആദ്യം തന്നെ നോക്കാം. സർക്കാർ സ്കൂളുകളിൽ ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്, പോഷകാഹാരങ്ങളാണ് കൊടുക്കുന്നത്? പഴയതുപോലെ UDFൻ്റെ ഭരണകാലത്തുള്ളതുപോലുള്ള കഞ്ഞിയും പയറുമാണോ എന്നൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ മെനു കാർഡുണ്ട്, ഞാനൊന്ന് വായിക്കാം. തിങ്കളാഴ്ച ചോറ്, വെള്ളരിക്ക പച്ചടി, വൻപയർ തോരൻ, മല്ലിയില ചമ്മന്തി, പാല്. ഇനി ചൊവ്വാഴ്ചയാണെങ്കിലോ ചോറ്, പൈനാപ്പിൾ പുളിശ്ശേരി, കൂട്ടുകറി, കോവയ്ക്ക തോരൻ. ബുധനാഴ്ചയാണെങ്കിലോ ചോറ്, സാമ്പാർ, ക്യാബേജ് തോരൻ, കടല മസാല, മുട്ട. വ്യാഴാഴ്ചയോ ചോറ്, എരിശ്ശേരി, മുതിരത്തോരൻ, മല്ലിയില ചമ്മന്തി, പാല്. വെള്ളിയാഴ്ചയാണെങ്കിൽ എഗ് ആൻഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ മോളി, പുതിന ചമ്മന്തി, സാലഡ്, പപ്പടം. എന്ത് അതിഗംഭീരമായിട്ടുള്ള പോഷകാഹാരങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. UDFൻ്റെ ഭരണകാലത്ത് നല്ല കഞ്ഞിയും പയറും തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്ന് ഇത്തരത്തിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യവും അവർക്ക് നല്ല പോഷകാഹാരവും കൊടുക്കണം എന്ന് എപ്പോഴെങ്കിലും ഒരു തോന്നലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ UDFകാർക്ക്? LDFൻ്റെ ഭരണത്തിലല്ലേ ഇത്തരത്തിലുള്ള നല്ല ആശയങ്ങൾ വരുന്നത്? ആശയങ്ങൾ മാത്രമാണോ ആശയങ്ങൾ പ്രാവർത്തികമാക്കി നമ്മൾ കാണുന്നത്? അപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ മികവുറ്റതായി മാറുമ്പോൾ, നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണവും നല്ല ആരോഗ്യവും ഒക്കെ ലഭിക്കുമ്പോൾ ഇവിടെ ഒരു നടനിരുന്ന് പ്രസംഗിക്കുന്നു, അങ്ങനൊന്നും അല്ല എന്ന മട്ടിൽ പ്രസംഗിക്കുന്നു. എന്തായാലും കുഞ്ചാക്കോ ബോബന് നല്ല തക്കതായിട്ടുള്ള മറുപടി V ശിവൻകുട്ടി നൽകിയിട്ടുണ്ട്. V ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് കാണാം. കുഞ്ചാക്കോ ബോബൻ പ്രസംഗിച്ച പ്രസംഗം അടക്കം എന്തായാലും ശിവൻകുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗം ഒന്ന് കേൾക്കാൻ കേട്ടോ. നമുക്കറിയാം, ഇപ്പൊ ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ? അത് കുഞ്ചാക്കോ ബോബന്റെ മാത്രം അഭിപ്രായമായിരിക്കും. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ഈയൊരു ഭക്ഷ്യപദ്ധതി ഒരു വലിയൊരു ഉദാഹരണമാവട്ടെ, ഒരു തുടക്കമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് എന്തായാലും കുഞ്ചാക്കോ ബോബൻ പറയുന്നത്.
എന്തായാലും കുഞ്ചാക്കോ ബോബൻ അത് ഉമാ തോമസിനോട് പറഞ്ഞത് നന്നായി. എന്തിനാണെന്നറിയൂ, അതായത് ഈ സർക്കാർ എന്തായാലും നല്ല പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. ഇവർ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ടല്ലോ ഇപ്പോഴും BJPക്ക് തീരെഴുതി കൊടുക്കാതെയുള്ള, ഇനി കൊടുക്കുമായിരിക്കും, അങ്ങനെ നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ ഇവരിപ്പോൾ ഭരിക്കുന്നത്. ആ ഇടങ്ങളിലെങ്കിലും ഇതുപോലെയൊക്കെയുള്ള പോഷകാഹാരവും അവർക്ക് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവർക്ക് എന്തായാലും കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. എന്തായാലും വി ശിവൻകുട്ടി അതിന് മുകളിലിട്ടേക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് പറയുന്നത്: മികച്ച ഭക്ഷണം നൽകേണ്ടത് ജയിലിലല്ല, സ്കൂൾ കുട്ടികൾക്കാണ് കുഞ്ചാക്കോ ബോബൻ. ഈ രൂപത്തിലുള്ള ഗ്രാഫിക്സ് കാർഡുകളാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് ചാക്കോച്ചൻ പറഞ്ഞത് എന്നറിയണമല്ലോ. ആ വാക്കുകൾ ഞാൻ കേട്ടു. ചാക്കോച്ചൻ സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് സന്ദർശനം നടത്താൻ ചാക്കോച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാനും വരാം, കുട്ടികൾക്കും സന്തോഷമാകും, കുഞ്ഞുങ്ങൾക്കൊപ്പം ഭക്ഷണവും കഴിക്കാം, സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനുവും രുചിയും അറിയുകയും ചെയ്യാം. ഇതിലും നല്ലൊരു മറുപടി കുഞ്ചാക്കോ ബോബൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം എത്ര മികവുറ്റ രീതിയിലാണല്ലേ പോകുന്നത്. എന്തൊക്കെ രീതിയിലുള്ള പുതിയ നൂതന സംവിധാനങ്ങളൊക്കെയാണ് പല സ്കൂളുകളിലുമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് രാജ്യത്ത് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഒന്നാമതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഓരോ ദിവസവും ഉണ്ടാകുന്ന നേട്ടങ്ങൾ അഭിനന്ദനാർഹമാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെയൊക്കെ അങ്ങ് ഇകഴ്ത്തി കാണിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. കയ്യടി കിട്ടാൻ വേണ്ടിയാണ്. അത് ഏറ്റുപിടിച്ച് ചൂട്ടും പിടിച്ച് ഇങ്ങനെ ഓടി നടക്കാൻ, നമ്മുടെ നാടിൻ്റെ വികസനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ഇവിടെ ഒരു പറ്റം മാപ്രകളുമുണ്ട്. സത്യത്തിൽ ഇവരൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ, നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നേടിയിട്ടുള്ള നേട്ടങ്ങളൊക്കെ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം എവിടെ എത്തി നിൽക്കുമായിരുന്നു. അത് ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും അത് നമ്മുടെ ഈ അധാർമിക മാധ്യമ പ്രവർത്തകർ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. എത്ര ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി നടപ്പിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയനാകുന്ന, ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ അത് വി ശിവൻകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വി ശിവൻകുട്ടി നടപ്പിലാക്കുന്ന ഓരോ പരിപാടികളും അദ്ദേഹത്തിൻ്റെ ഓരോ ആശയങ്ങൾക്കും നമുക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു FB പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ FB പോസ്റ്റ് നിങ്ങളൊന്ന് കേട്ടു പോകുക, ഞാനത് വായിക്കാം. നമ്മുടെ സ്കൂൾ മുറികളിൽ നിന്ന് പിൻബെഞ്ചുകാർ എന്നൊരു സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സങ്കല്പം ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ട് പോകാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. പിൻബെഞ്ചുകാർ എന്ന ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും പിന്തുടരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. ഈ സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കുട്ടികളുടെ മികച്ച ഭാവിക്കായി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും തേടുന്നുവെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവധിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഇങ്ങനെ എത്ര ഗംഭീരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ്, പല ആശയങ്ങളുമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്, അത് നടപ്പിലാക്കുന്നത്. അപ്പോഴാണ് ചില ആളുകളൊക്കെ വിദ്യാഭ്യാസ രംഗത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. UDFൻ്റെ ഭരണകാലത്ത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു പല സ്കൂളുകളും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂൾ പോലും എന്തായിരുന്നു അന്നത്തെ ആ സ്കൂളിൻ്റെ അവസ്ഥ? LDF സർക്കാർ വരേണ്ടി വന്നു അടച്ചുപൂട്ടലിൽ നിന്ന് അത് തുറന്നു കൊടുക്കാൻ. ഇന്ന് എല്ലാ സ്കൂളുകളും സ്മാർട്ട് സ്കൂളുകളായിട്ട് മാറിയില്ലേ? അത് ആരുടെ കാലഘട്ടത്തിലാണ്? LDFൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു സർക്കാരല്ല, ഇത് പള്ളിക്കൂടങ്ങൾ തുറക്കുന്നൊരു സർക്കാരാണ്, തുറപ്പിക്കുന്നൊരു സർക്കാരാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്തു പറയുകയാണ്. എന്തായാലും കുഞ്ചാക്കോ ബോബൻ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെ രേഖപ്പെടുന്നത്. എന്നാൽ താൻ കേസുകൂടെ എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ മൂപ്പര് നടത്തിയിട്ടുള്ള പല സംഭവങ്ങളും ഷോയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുഞ്ചാക്കോ ബോബൻ എനിക്ക് ഇഷ്ടമുള്ളൊരു നടനാണ്, നല്ലൊരു നടനാണ്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളോട് കടുത്ത വിയോജിപ്പാണ്. നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ മറ്റു ചിലരുടെ കയ്യടി മേടിക്കാനും മറ്റുള്ളവരെ സുഖിപ്പിക്കാനൊക്കെ വേണ്ടി നടത്തുന്ന ഇമാതിരി ചീപ്പ് ഷോകളോട് എന്തായാലും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.